ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലോസ് ഓഫ് മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. അതിൽ 2 പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd പാർട്ടാണ്, 3ാമത്തെ ഭാഗം. ആദ്യത്തെ 2 പാർട്ടിനും വ്യക്തമായിട്ട് ന്യൂട്ടൺസ് ലോസ് എന്താ നമ്മൾ പഠിച്ചു. ലോ ഓഫ് ഇനേർഷ്യ എന്താണെന്ന് പഠിച്ചു. അതിനുശേഷമായിട്ട് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, 3rd ലോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സിസ്റ്റത്തിൻ്റെ ആക്സലറേഷനും എല്ലാം പഠിച്ചു. എല്ലാവരും വായിച്ചു പഠിച്ചെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ലോ ആണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ആക്ക സംരക്ഷണ നിയമം. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും ആക്ക സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ, എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ അസാന്നിധ്യത്തിൽ, ബാഹ്യ അസന്തുലിത ബലത്തിൻ്റെ അസാന്നിധ്യത്തിൽ, ദ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഏതെങ്കിലും ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആണ്, ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. ഇൻഡിവിജ്വൽ ബോഡിയുടെ തല പറയുന്നത് മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഒരു സിസ്റ്റത്തിൻ്റെ ടോട്ടൽ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണ്. നമുക്കറിയാം ന്യൂട്ടൺസ് സെക്കൻഡ് ലോ, F is equal to dp/dt. If there is no external force, external force ഇല്ല, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? F is equal to 0. F 0 ആണെങ്കിൽ, ഒരു ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് F 0 ആണെങ്കിൽ അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡും 0 ആയിരിക്കുമല്ലോ. സോ dp/dt is equal to 0. dp/dt എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം 0. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം 0 ആണെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെന്റം ബിക്കം 0. അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം 0 എന്ന് പറഞ്ഞാൽ മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് 0 ആണ്, അതായത് മൊമെൻറ്റം ചേഞ്ച് ചെയ്തിട്ടില്ല. വിച്ച് മീൻസ് ദാറ്റ് മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതിലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറഞ്ഞത് ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഇവിടെ P കോൺസ്റ്റന്റ് ആവണമെങ്കിൽ എന്താവണം കണ്ടീഷൻ? F is equal to 0 ആവണം. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ മാത്രമാണ് എന്ത്? മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഇത് സെക്കൻഡിൽ നാം പ്രൂവ് ചെയ്തത്. ഇനി നമുക്ക് വേണമെങ്കിൽ 3rd ഒന്ന് പ്രൂവ് ചെയ്യാം. എങ്ങനെ ശ്രദ്ധിച്ചോ? ഒരു ബോഡി എ, ഫസ്റ്റ് ബോഡി, ഇതിൻ്റെ മാസ് m1 ആണ്. ഇനീഷ്യലി മൂവിങ് വിത്ത് എ വെലോസിറ്റി u1. അനദർ ബോഡി ബി ഓഫ് മാസ് m2 മൂവിങ് വിത്ത് എ വെലോസിറ്റി u2. സോ ദാറ്റ് u1 ഈസ് ഗ്രേറ്റർ ദാൻ u2. രണ്ടും ഒരു സ്ട്രൈറ്റ് ലൈൻ മൂവ് ചെയ്യുന്നു. പിറകിലുള്ളതിൻ്റെ വെലോസിറ്റി കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? അത് പോയിട്ട് ഫ്രണ്ടിലിനെ കൊളൈഡ് ചെയ്യും. അപ്പോൾ രണ്ടും കൂട്ടിമുട്ടുന്നു. ആഫ്റ്റർ കൊളിഷൻ velocity of first body become v1, velocity of second body become v2. ഇതിന് ഡയറക്ഷൻ കൊളിഷന് ശേഷം എങ്ങനെ മൂവ് ചെയ്യുന്നത്? അതേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്? ഡിപ്പെൻഡിങ് ഓൺ ദിയർ മാസിൽ ഡിപ്പെൻഡ് ചെയ്യും. എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൻ്റെ മേലേക്ക് നിങ്ങൾ ഒരു ബോൾ ത്രോ ചെയ്യുകയാണെങ്കിൽ ബോളിന് മാസ് ഉള്ളത് കുറവാണ്, ബസ്സിന് മാസ് കൂടുതലാണ്. അപ്പോൾ പിറകിലുള്ളതിന് മാസ് കുറവും ഫ്രണ്ടിൽ മാസ് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുക? ആ ബോൾ അവിടെ തട്ടി റീബൗണ്ട് ചെയ്യും, തിരിച്ചു വരിക ചെയ്യാം. ശരിയല്ലേ? അതായത് ഇതിൻ്റെ വെലോസിറ്റി v1 തിരിച്ചിങ്ങോട്ട് വരും. അത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഡിപ്പെൻഡിങ് ഓൺ ദി മാസിന് ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഇങ്ങനെ റോഡിൽ നടന്നു പോകുക അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത് പിറകിൽ നിന്ന് കാർ നമ്മൾ ഇടിച്ചാൽ, നിങ്ങൾ നടക്കുന്നു, പിറകിൽ നിന്ന് കാർ ഇടിച്ചാൽ എന്താ സംഭവിക്കുക? നമ്മൾ മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷൻ തന്നെയല്ലേ കൊളിഷന് ശേഷം കാറും രണ്ടുപേരും മൂവ് ചെയ്യാം, ഇടിച്ച് തെറിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്തിനു ഡിപ്പെൻഡ് ചെയ്യും? കൊളിഷന് ശേഷമുള്ള വെലോസിറ്റിയുടെ ഡയറക്ഷൻ ആരെ ഡിപ്പെൻഡ് ചെയ്യും? മാസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പം നമ്മൾ വെക്ടർ സമമാക്കി എടുത്താൽ മതി. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഇവിടെ എന്താ പറഞ്ഞത്? ഫസ്റ്റ് ബോഡിയുടെ മാസ് m1, ഇനീഷ്യലി മൂവ് ചെയ്യുന്ന വെലോസിറ്റി u1, രണ്ടാമത്തെ ബോഡി മാസ് m2 ആണ്, മൂവ് ചെയ്യുന്ന വെലോസിറ്റി u2 ആണ്. ഇത് കൊളൈഡ് ചെയ്തു. കൊളിഷന് ശേഷമായിട്ട് ഇതിൻ്റെ വെലോസിറ്റി v1 ആയിട്ട് മാറി, രണ്ടാമത്തെ വെലോസിറ്റി v2 ആയിട്ട് മാറി. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊളിഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെ 2 ബോഡി കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ബോഡി എൻ്റെ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിന് മേലെ ഫോഴ്സ് എക്സേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് മേലെയും ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന ആക്ഷൻ റിയാക്ഷൻ പെയർ. അപ്പോൾ ഒരു ബോഡിയുടെ മേലൊരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫലമായിട്ട് മൊമെൻറ്റം ചേഞ്ച് ചെയ്യും. അപ്പോൾ നമുക്ക് കൊളിഷൻ നടക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് force acting on first body due to second body.
സെക്കൻഡ് ബോഡി ഫസ്റ്റ് ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ബോഡി ഫസ്റ്റ് ബോഡി നിങ്ങൾ കൊളൈഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബോഡി മേലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആക്ടിങ് ഫോഴ്സ് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ ഫോഴ്സ് എത്രയാണ്? ഈ ഫസ്റ്റ് ബോഡിയുടെ മേലെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ബോഡിയുടെ മൊമെൻ്റമാണ് ചേഞ്ച് ചെയ്യുന്നത്. ആ ബോഡിയുടെ ഇനീഷ്യൽ മൊമെൻറ്റം എത്രയാ? ഫസ്റ്റ് ബോഡി എടുക്കുകയാണെങ്കിൽ ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു m1u1, ഫൈനൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു m1, ഫൈനൽ മൊമെൻറ്റം ഇവിടെ ഫൈനൽ മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് ബോഡി ഈസ് ഈക്വൽ ടു m1v1. അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം എത്രയാ? ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. അപ്പോൾ ഡെൽറ്റ p1 ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഫസ്റ്റ് ബോഡി ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. That is equal to m1v1 minus m1u1. ഇതാണ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഇനി നമുക്കറിയാം ഫോഴ്സ് ആക്ടിങ് ഓൺ ഫസ്റ്റ് ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെൻറ്റം ബൈ ടൈം. ചേഞ്ച് ഓഫ് മൊമെൻറ്റം എത്രയാ? m1v1 മൈനസ് m1u1 ബൈ ടൈം. വെരി സ്മോൾ ടൈം ആയതുകൊണ്ട് dt നിർത്തും. അതായത് കൊളൈഡ് ചെയ്യുന്ന ടൈം വളരെ ചെറിയൊരു ടൈമേ കൊളൈഡ് ചെയ്യുന്നു. കൊളിഷൻ എടുക്കുന്ന സമയം വളരെ കുറവാണ്. അതുകൊണ്ട് dt ഇസ് ദ വെരി വെരി സ്മോൾ ടൈം ഇൻ്റർവെൽ. വളരെ ചെറിയ ടൈം ഇൻ്റർവെല്ലാണ് dt. ഇതേപോലെ രണ്ടാമത്തെ ബോഡി എടുക്കുകയാണെങ്കിൽ ഇതിന് ഇനീഷ്യൽ മൊമെൻറ്റം എത്രയാ? m2u2. ഫൈനൽ മൊമെൻറ്റോ? ഇതിന് ഫൈനൽ മൊമെൻറ്റം m2v2. അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് സെക്കൻഡ് ബോഡി ഡെൽറ്റ p2 ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ കൊളിഷൻ നടക്കുമ്പോൾ രണ്ടാമത്തെ ബോഡി ഒന്നാമത്തെ ബോഡിയുടെ മേലെ ആക്റ്റീവ് ഫോഴ്സ് ആണ് F12. ഇനി ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡിയുടെ മേലെയും ഫോഴ്സ് എക്സെർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, തിരിച്ചൊരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് രണ്ടാമത്തെ ബോഡി മൊമെന്റം ചേഞ്ച് ചെയ്തു. അപ്പോൾ F21 ഫോഴ്സ് ആക്ടിങ് ഓൺ സെക്കൻഡ് ബോഡി ഡ്യൂ ടു ഫസ്റ്റ് ബോഡി സെക്കൻഡ് ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F21 ഈസ് ഈക്വൽ ടു ചേഞ്ച് ഓഫ് മൊമെന്റം m2v2 മൈനസ് m2u2 ബൈ ടൈം, വെരി സ്മോൾ ടൈം dt. അപ്പൊ ഇവിടെ കൊളിഷൻ നടക്കുന്ന സമയത്ത് ഫസ്റ്റ് ബോഡി സെക്കൻഡ് ബോഡി മേലെ ഫോഴ്സ് എക്സെർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സെക്കൻഡ് ബോഡി ഫസ്റ്റ് ബോഡി മേലെയും ഫോഴ്സ് എക്സെർട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വൈ ഹിയർ ദർ ഈസ് ആൻ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. വൺ ഈസ് ആക്ഷൻ ആൻഡ് അതർ വൺ ഈസ് റിയാക്ഷൻ. ഒരെണ്ണം ആക്ഷൻ ആണ്, രണ്ടാമത്തത് റിയാക്ഷൻ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം F12 ഈസ് ഈക്വൽ ടു മൈനസ് F21. F12 ഈസ് ഈക്വൽ ടു മൈനസ് F21. ആരാ F12? F12ന്റെ വാല്യൂ പറ. F12 എന്ന് പറഞ്ഞാൽ m1v1 മൈനസ് m1u1 ബൈ ടി ഈസ് ഈക്വൽ ടു രണ്ടാമത്തതിന് എന്താ? മൈനസ് ഓഫ് m2v2 മൈനസ് m2u2 ബൈ ടൈം. ഇവിടെ ടൈം ഒന്ന് ശ്രദ്ധിച്ച്, ടൈം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി മൈനസ് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ m1v1 മൈനസ് m1u1 ഈസ് ഈക്വൽ ടു മൈനസ് m2v2 മൈനസിന് മൈനസ് പ്ലസ് m2u2. നമുക്ക് ഇതിനെ ഇങ്ങോട്ട് എടുക്കാം, ഈ ഭാഗത്തേക്ക് ഇതിനെ ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ m1v1 ഇവിടെയുണ്ട്, ഇതിങ്ങോട്ട് വന്നാൽ പ്ലസ് m2v2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതങ്ങോട്ട് പോയാൽ m1u1 ഈസ് പ്ലസ് m2u2. ഇവിടെ നോക്കിയേ, m1v1 എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം ഓഫ് ഫസ്റ്റ് ബോഡി, m2v2 എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റം ഓഫ് സെക്കൻഡ് ബോഡി. അപ്പോൾ m1v1 പ്ലസ് m2v2 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫൈനൽ മൊമെന്റം. That must be is equal to m1u1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെന്റം ഓഫ് ഫസ്റ്റ് ബോഡി, m2u2 ഇനീഷ്യൽ മൊമെന്റം ഓഫ് സെക്കൻഡ് ബോഡി. m1u1 plus m2u2 is equal to total initial momentum. So total final momentum is equal to total initial momentum. Total initial momentum is equal to total final momentum. ഇതല്ലേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. മൊമെന്റം കൺസർവ്ഡ് ആണ്. ആദ്യമായിട്ട് എത്ര മൊമെന്റം ഉണ്ടോ അതേ മൊമെന്റം തന്നെ ഫൈനൽ ആയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം is equal to ടോട്ടൽ ഫൈനൽ മൊമെന്റം. അപ്പോൾ ഇവിടെ എന്താണ്? മൊമെന്റം കൺസർവ്ഡ് ആണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇവിടെ m1u1 മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു m1u1. അതായത് ഈ ഒന്നാമത്തെ ബോഡി ഇനീഷ്യൽ മൊമെന്റും അതിന്റെ ഫൈനൽ മൊമെന്റും ഈക്വൽ ആയിക്കൊള്ളുന്നില്ല. ഒന്നുകിൽ ഈക്വൽ ആവാം, അല്ലെങ്കിൽ ഈക്വൽ അല്ലാതിരിക്കാം. അപ്പോൾ m1u1 മസ്റ്റ് ബി ഈക്വൽ m1v1 എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. ഫസ്റ്റ് ബോഡിയുടെ ഇനീഷ്യൽ മൊമെന്റും രണ്ടാമത്തെ ഫസ്റ്റ് ബോഡി ഫൈനൽ മൊമെന്റും, ഫസ്റ്റ് ബോഡി ഇനീഷ്യൽ മൊമെന്റും ഫസ്റ്റ് ബോഡി ഫൈനൽ മൊമെന്റും ഈക്വൽ നമുക്ക് പറയാൻ പറ്റൂല. ബട്ട് വി ക്യാൻ സേ ദ മൊമെന്റം ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടോട്ടൽ ഫൈനൽ മൊമെന്റം. ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റവും ടോട്ടൽ ഫൈനൽ മൊമെന്റവും ഈക്വൽ ആണ്. അല്ലാതെ ഇൻഡിവിജ്വൽ ബോഡിയുടെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല.
അത് ഈക്വൽ ആവാം അല്ലെങ്കിൽ ഈക്വൽ അല്ലാതിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഇത് കറക്റ്റായിട്ട് ഈ പ്രൂഫ് എഴുതിയെടുക്കണേ. ആദ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ ഹെഡിങ് എഴുതേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എന്താ എഴുതേണ്ടത്? ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ momentum of a system remains constant. That is, total initial momentum is equal to total final momentum. അങ്ങനെ എഴുതുക. അതിനുശേഷം പ്രൂഫ് ചെയ്തിട്ട് ഫ്രം സെക്കൻഡ് ലോ എഫ് ഈസ് dp by dt. ഇഫ് ദർ ഈസ് നോ എക്സ്റ്റേണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു 0. എഫ് 0 ആണെങ്കിൽ dp by dt 0 ആണ്, ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് സെക്കൻഡിലൊന്ന് പ്രൂവ് ചെയ്തു. തേർഡിലൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ടു ബോഡീസ് ഓഫ് മാസസ് m1 and m2 ആർ മൂവിങ് വിത്ത് വെലോസിറ്റീസ് u1 and u2 റെസ്പെക്റ്റീവ്ലി. ദേ കൊളൈഡ്സ് വിത്ത് ഈച്ച് അതർ ആൻഡ് ദർ വെലോസിറ്റീസ് ചേഞ്ചസ് ടു v1 and v2. എന്നിട്ട് കൺസിഡർ ഫസ്റ്റ് ബോഡി, ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു m1 u1, ഫൈനൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു m1 v1. ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ഫസ്റ്റ് ബോഡി ഈസ് ഈക്വൽ ടു final momentum minus initial momentum, that is m1 v1 minus m1 u1. Then force acting on first body due to second body. രണ്ടാമത്തെ ബോഡി ഒന്നാമത്തെ ബോഡി മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F12 equal to m1 v1 minus m1 u1 by dt. ഇതേപോലെ സെക്കൻഡ് ബോഡി എടുക്കുക. എന്നിട്ടോ these two forces are equal and opposite because it is a action and reaction. ഇത് ആക്ഷൻ റിയാക്ഷൻ പെയർ ആണ്. അതുകൊണ്ട് F12 is equal to minus F21. ഓക്കെ, ഇതാണ് പ്രൂഫ്. അവസാനം നമുക്ക് കിട്ടിയ ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം. ഇതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഒന്നാണ് റീകോയിൽ ഓഫ് ഗൺ. എന്താ റീകോയിൽ ഓഫ് ഗൺ എന്ന് പറഞ്ഞാൽ? റീകോയിൽ ഓഫ് ഗൺ, ഒരു ഗണ്ണിൻ്റെ റീകോയിൽ. എന്താ റീകോയിൽ എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരു ഗണ്ണ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഗണ്ണ് അല്പം പിറകോട്ട് വരും. ആ പിറകോട്ടുള്ള മോഷനെയാണ് എന്ത് വിളിച്ചത്? റീകോയിൽ. That is backward motion of the gun at the time of firing. ഫയർ ചെയ്യുന്ന സമയത്ത് ഗണ്ണ് പിറകോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ പിറകോട്ടുള്ള മോഷനെയാണ് എന്ത് വിളിച്ചത്? റീകോയിൽ. അതിന് വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി. അപ്പോൾ ഇത് ആക്ഷൻ റിയാക്ഷൻ പെയറാണ്. ആക്ഷൻ ഏതാ? ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നു, ആക്ഷൻ. റിയാക്ഷൻ ഏതാ? ഗണ്ണ് പിറകോട്ട് വരുന്നു, ആക്ഷൻ റിയാക്ഷൻ പെയർ. അപ്പോൾ ഇത് മാത്രമല്ല, ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിന് ഒരു എക്സാമ്പിൾ കൂടിയാണ്. ശ്രദ്ധിച്ചോളൂ, എന്താ സംഭവിക്കുന്നത് നോക്കിക്കോളൂ. ബിഫോർ ഫയറിംഗ് ബോത്ത് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ അറ്റ് റെസ്റ്റ്. അതായത് ഫയർ ചെയ്യുന്നതിന് മുമ്പേ ഗണ്ണ് മൂവ് ചെയ്യുന്നില്ല, ബുള്ളറ്റോ അത് മൂവ് ചെയ്യുന്നില്ല, രണ്ടുപേരും റെസ്റ്റില്ല. അപ്പോൾ ബിഫോർ ഫയറിംഗ് എന്താ സംഭവിച്ചത്? ബിഫോർ ഫയറിംഗ് ബോത്ത് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ അറ്റ് റെസ്റ്റ്. ബോത്ത് ആർ അറ്റ് റെസ്റ്റ്. രണ്ടും റെസ്റ്റിലാണെങ്കിൽ ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു 0. ഇനീഷ്യൽ മൊമെൻറ്റം എന്താണ്? 0. ഇനി ഫയറിങ്ങിന് ശേഷം എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഫയറിങ്ങിന് ശേഷം ഫയർ ചെയ്ത് കഴിഞ്ഞാൽ ബുള്ളറ്റ് ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു, ഗണ്ണ് പിറകോട്ട് മൂവ് ചെയ്യുന്നു. ശ്രദ്ധിച്ചോ. അപ്പോൾ ഇവിടെ ഫയർ ചെയ്യുന്നു. ഫയർ ചെയ്തപ്പോൾ ബുള്ളറ്റ് ഇങ്ങനെ മുന്നോട്ട് പോയി വിത്ത് എ വെലോസിറ്റി vm. ഇതിനെ വിളിക്കുന്ന പേര് മസിൽ സ്പീഡ് എന്നാണ്. എന്ത് സ്പീഡാണ്? മസിൽ സ്പീഡ്. ഇതിനെ മാസ് സ്മോൾ ചെയ്യാം. അപ്പം ബുള്ളറ്റ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഗണ്ണ് ബാക്കോട്ട് മൂവ് ചെയ്യുന്നു. ഈ ഗണ്ണിൻ്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഗണ്ണിൻ്റെ വെലോസിറ്റിയാണ് റീകോയിൽ വെലോസിറ്റി vr. റീകോയിൽ വെലോസിറ്റി. ആഫ്റ്റർ ഫയറിംഗ് gun and bullet having a momentum, so total final momentum is equal to momentum of bullet mass into velocity of bullet plus momentum of gun and the mass into velocity of gun, recoil velocity. Any by law of conservation of momentum, by law of conservation of momentum എന്താ പറയുന്നത്? ടോട്ടൽ ഫൈനൽ മൊമെന്റം ഇസ് ഈക്വൽ ടു ടോട്ടൽ ഇനീഷ്യൽ മൊമെന്റം. അപ്പോൾ ടോട്ടൽ ഫൈനൽ മൊമെന്റം എത്രയാണ്? mvm പ്ലസ് mvr ഈക്വൽ ടു ടോട്ടൽ ഫൈനൽ ഇനീഷ്യൽ മൊമെന്റം 0, or mvr is equal to
minus mvm. Here it is found that this negative shows that momentum are in the opposite direction. നോക്കിയേ, ബുള്ളറ്റ് മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഗണ്ണ് പിറകോട്ടാണ് മൂവ് ചെയ്തത്. അപ്പോൾ ഈ നെഗറ്റീവ് ഷോ ചെയ്യുന്നത് രണ്ടിൻ്റെയും മൊമെന്റം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. But they are having equal momentum. രണ്ടിൻ്റെയും മൊമെന്റം MVR, momentum of the gun is equal to momentum of bullet. അപ്പോൾ ബുള്ളറ്റിൻ്റെയും ഗണ്ണിൻ്റെയും രണ്ടിൻ്റെയും മൊമെന്റം ഈക്വൽ ആണ്. അപ്പം ബുള്ളറ്റിന് എത്ര മൊമെന്റം കിട്ടുന്നുണ്ടോ അതേ മൊമെന്റം തന്നെ ആ ഗണ്ണിനും കിട്ടുന്നത്. അതിന്റെ ഫലമായിട്ടാണ് ഈ ഗണ്ണ് പിറകോട്ട് വരുന്നത്. So in this case it is found that momentum of bullet and gun are equal after firing. അപ്പം അതുകൊണ്ട് തന്നെ ബുള്ളറ്റിന്റെ മാസ് വളരെ കുറവായതുകൊണ്ട് വെലോസിറ്റി ഈസ് വെരി ഹൈ. ആ വെലോസിറ്റിയാണ് മസിൽ വെലോസിറ്റി എന്ന് വിളിച്ചത്. ആ ബുള്ളറ്റിന്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഗണ്ണിന്റെ മാസ് വളരെ കുറവാണ്. അപ്പോൾ ഗണ്ണിന്റെ മാസ് കുറവാണെങ്കിൽ അതിന്റെ റീകോയിൽ വെലോസിറ്റിയും കുറവായിരിക്കും. ദാറ്റ് ഈസ് റീകോയിൽ വെലോസിറ്റി VR ഇസ് ഈക്വൽ ടു mvm/m. ഇനി വെക്റ്റർ ഫോം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു മൈനസ്, അതായത് VR ഇസ് മൈനസ് mvm. ദിസ് നെഗറ്റീവ് ഷോസ് ദാറ്റ് ബോത്ത് ആർ ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഗണ്ണും ബുള്ളറ്റും മൂവ് ചെയ്യുന്നത്. ഇത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അതേപോലെ മറ്റൊരു എക്സാമ്പിൾ ആണ് റോക്കറ്റ് പ്രൊപ്പൽഷൻ. ഒരു റോക്കറ്റ് മേലേക്ക് പോകുന്നു. റോക്കറ്റ് പ്രൊപ്പൽഷൻ ശ്രദ്ധിച്ചോളൂ. ഒരു റോക്കറ്റ് ആണെങ്കിൽ റോക്കറ്റ് ഇങ്ങനെ മേലേക്ക് പോകുന്നു. റോക്കറ്റ് മേലേക്ക് പോകുന്നത് വിത്ത് എ വെലോസിറ്റി v ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് റോക്കറ്റ് മേലേക്ക് പോകുന്നത്? ഇവിടെ ഒരു നോസിൽ ഉണ്ടാവും. ഈ നോസിൽ, അതായത് ഈ റോക്കറ്റിനകത്ത് ഹോട്ട് ഗ്യാസ് ഉണ്ട്. ഈ ഹോട്ട് ഗ്യാസ് എങ്ങനെ ഫോം ചെയ്തു? ഫ്യൂവൽ ബേൺ ചെയ്തുകൊണ്ട് ഹോട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു. ആ പ്രൊഡ്യൂസ് ചെയ്ത ഹോട്ട് ഗ്യാസ് എല്ലാം ഒരു നോസിലൂടെ പുറത്തേക്ക് വരുന്നു വിത്ത് എ ലാർജ് വെലോസിറ്റി, വെരി ലാർജ് വെലോസിറ്റിയിൽ പുറകോട്ട് വരുന്നു. അപ്പം ഇതിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഇവിടെ പുറത്തേക്ക് വരുന്ന മാസ് സ്മോൾ എം ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഹോട്ട് ഗ്യാസ് താഴേക്ക് വരുന്ന സമയത്ത്, അതായത് ബിഫോർ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ദിസ് സിസ്റ്റം ഈസ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇതിന്റെ ഇനീഷ്യൽ മൊമെന്റം 0 ആണ്. ലോഞ്ച് ചെയ്തതിനു ശേഷം, അതായത് ഈ ഫ്യൂവൽ ബേൺ ചെയ്തുകൊണ്ട് ഹോട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്തു. ഹോട്ട് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ആ ഹോട്ട് ഗ്യാസ് എന്ത് ചെയ്തു? ഒരു നോസിലൂടെ പുറത്തേക്ക് എടുത്തു. അപ്പം ഈ നോസിലൂടെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഗ്യാസിന് എത്ര മൊമെന്റം കിട്ടുന്നുണ്ടോ അതേ മൊമെന്റം ആർക്ക് കിട്ടുന്നു? റോക്കറ്റിന് കിട്ടുന്നു. അതിന്റെ ഫലമായിട്ട് റോക്കറ്റ് മേലേക്ക് റൈസ് ചെയ്യുന്നു. അപ്പൊ റോക്കറ്റ് മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാ? ഈ ഗ്യാസ് താഴെ കിട്ടുന്ന അതേ മൊമെന്റമാണ് റോക്കറ്റിന് കിട്ടുന്നത്. അപ്പോൾ ഗ്യാസിന്റെ വെലോസിറ്റി വെരി ലാർജ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? റോക്കറ്റിന്റെ വെലോസിറ്റി വെരി ലാർജ് ആയിട്ട് മാറുള്ളൂ. ഇവിടെയും ആഫ്റ്റർ ലോഞ്ചിങ് മൊമെന്റം ഓഫ് ദി rocket must be is equal to momentum of the hot gas. Okay, but they are in the opposite direction. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇത് നമ്മുടെ സിംഗിൾ സ്റ്റേജ് റോക്കറ്റ് ആണ് കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ പറയുമ്പോൾ സിംഗിൾ സ്റ്റേജ് റോക്കറ്റ് അല്ല ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ചന്ദ്രനിലേക്ക് ഫസ്റ്റ് പോയത് അപ്പോളോ 2ലാണ്. അപ്പോളോ 2 ഇവിടുന്ന് പോകുന്ന സമയത്ത് അതിൻ്റെ ലെങ്ത് 196 മീറ്റർ ആയിരുന്നു. തിരിച്ചു വരുന്ന സമയത്ത് അത് വെറും 8 മീറ്റർ അല്ല 12 മീറ്ററായി കുറഞ്ഞിട്ടുണ്ട്. എന്തേ? അത് മേലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് മേലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗം അടർന്ന് താഴേക്ക് വീഴും. മൾട്ടി സ്റ്റേജ് റോക്കറ്റാണ്. ഒരു ഭാഗം അടർന്ന് താഴേക്ക് വീണ് കഴിഞ്ഞാൽ ആ താഴേക്ക് വീഴുന്ന എത്ര മൊമെന്റം ഉണ്ടോ അതേ മൊമെന്റം റോക്കറ്റിന് കിട്ടും. അതിൻ്റെ ഫലമായി റോക്കറ്റ് മേലേക്ക് പോകും. വീണ്ടും ഒരുപാട് ഡിസ്റ്റൻസ് മേലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും അടർന്ന് വീഴും. അപ്പോൾ വീണ്ടും മൊമെന്റം മേലെ കിട്ടും. അതിൻ്റെ ഫലമായിട്ടാണ് റൈസ് ചെയ്യുന്നത്. അപ്പോൾ റോക്കറ്റ് പ്രൊപ്പൽഷൻ അതിനൊരു എക്സാമ്പിളാണ്. അതേപോലെ എക്സ്പ്ലോഷൻ ഓഫ് ഷെൽ എക്സ്പ്ലോഡ് ചെയ്യുന്നു. ഒരു ഷെൽ എക്സ്പ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതേപോലെ റേഡിയോ ആക്റ്റീവ് ഡീകേ, അതായത് അൺസ്റ്റേബിൾ ന്യൂക്ലിയസ്, സ്ഥിരതയില്ലാത്ത ന്യൂക്ലിയസ് സ്റ്റേബിൾ ആവാൻ വേണ്ടി, സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? റേഡിയോ കിരണങ്ങളെ പുറത്തേക്ക് വിടും. റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അവിടെയും എന്ത് തന്നെയാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. ശ്രദ്ധിച്ചോളൂ. അപ്പം എക്സ്പ്ലോഷൻ ഓഫ് എ ഷെൽ, ഒരു ഷെൽ എക്സ്പ്ലോഡ് ചെയ്യുന്നു. ശ്രദ്ധിച്ചോളൂ, ഒരു ഷെല്ല് ഇതിനെ മാസ് M ആയിരുന്നു. ഇത് 2 പാർട്ട് എക്സ്പ്ലോഡ് ചെയ്തു. ഇതിനെ മാസ് M1, ഇതിനെ മാസ് M2. Before explosion, this shell is at rest, so total initial momentum is equal to 0. After explosion, the first part is moving with a velocity v1, second part is moving with a velocity v2. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ രണ്ടിൻ്റെയും മൊമെന്റം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എങ്ങനെ? ഫൈനൽ മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? M1 v1 പ്ലസ് M2 v2. ഇതെന്തിന് ഈക്വലാ? ഇനീഷ്യൽ മൊമെന്റത്തിന് ഈക്വലാ.
അപ്പോൾ ഈ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ m1v1 പ്ലസ് m2v2 ഈസ് ഈക്വൽ ടു 0 ഓർ m1v1 ഈസ് ഈക്വൽ ടു മൈനസ് m2v2. ഇവിടെയും എന്താ സംഭവിച്ചത്? രണ്ടിൻ്റെയും മൊമെൻറ്റം എന്താണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആൻഡ് എക്സ്പ്ലോഷൻ ഓഫ് ഷെൽ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇന്റേണൽ ഫോഴ്സിന് ഫലമായിട്ട് എക്സ്പ്ലോഡ് ചെയ്തത്. അതേപോലെ ഈ റോക്കറ്റ് ഇന്റേണൽ ഫോഴ്സിന് ഫലമായിട്ടാണ് കമ്പഷൻ നടക്കുന്നത്. അതേപോലെ ഇവിടെ റീകോയിൽ ഓഫ് ഗൺ ആണെങ്കിൽ അത് ഇന്റേണൽ ഫോഴ്സിന് ഫലമായിട്ടാണ് മൂവ് ചെയ്യുന്നത്, എക്സ്റ്റേണൽ ഫോഴ്സ് അല്ല. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ അതിനുള്ള ഒരുപാട് എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞ ടോപ്പിക്കാണിത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. A bomb of mass 12 kilogram is initially at rest. Initially റെസ്റ്റിലാണ്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു 0. Explodes into 2 pieces of masses 4 kilogram and 8 kilogram. രണ്ട് പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. The momentum of 4 kilogram is 40 Newton second. What is the kinetic energy of the bigger part? ഇതിൻ്റെ kinetic energy ആണ് കാണുന്നത്. അപ്പം a bomb of mass 12 kilogram is initially at rest, explodes into 2 pieces of masses 4 kilogram and 80 kilogram. The momentum of 4 kilogram is 40 Newton. Then what is the kinetic energy of the bigger part? അപ്പോൾ ഇങ്ങനെ സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം. ശരിയല്ലേ? ടോട്ടൽ ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണ്. ടോട്ടൽ ഫൈനൽ മൊമെൻറ്റം m1v1 പ്ലസ് m2v2. ശരിയല്ലേ? ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആ മൊമെൻറ്റം തന്നിട്ടുണ്ട്. അതായത് m1v1 ഈസ് ഈക്വൽ ടു മൈനസ് m2v2. അപ്പോൾ രണ്ടിൻ്റെയും മൊമെൻറ്റം ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കാണാം? v2 കാണാം. v2 ഈസ് ഈക്വൽ ടു m1v1 ബൈ m2. ഈ മൈനസ് കാണിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിൻ്റെ ഫസ്റ്റ് ബോഡി മൊമെൻറ്റം എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ m2 രണ്ടാമത്തെ പാർട്ട്. ഇതാണ് m1, ഇതാണ് m2 എത്രയാണ്? 8 കിലോഗ്രാം. അപ്പോൾ v2 ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൈനറ്റിക് എനർജിയാണ് കണ്ടത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് mv². ഇവിടെ കൈനറ്റിക് എനർജി ഓഫ് സെക്കൻഡ് ബോഡി ആയതുകൊണ്ട് k2 ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു മാസ് ഓഫ് ദി സെക്കൻഡ് ബോഡി എത്രയാ? 8 ഇൻറ്റു v എത്രയാ? 5². അപ്പോൾ ഇത് കട്ട് ചെയ്താൽ 4 ഇൻറ്റു 5² 25 100 ജൂൾ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം യൂസ് ചെയ്ത സമയത്തോടെ ഇതിൻ്റെ വെലോസിറ്റി v2 കിട്ടി. അത് ഉപയോഗിച്ച് കൈനറ്റിക് എനർജി കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ. എ ബുള്ളറ്റ് ഓഫ് മാസ് 10 gram മൂവിങ് ഹൊറിസോണ്ടലി with a speed of 300 meter per second hits on a block and drops to dead. The mass of this block is 5 kilogram. 5 kilogram mass. അപ്പോൾ 5 കിലോഗ്രാം മാസുള്ള ബോഡിയെ ഹിറ്റ് ചെയ്ത സമയത്ത് ഈ ബുള്ളറ്റ് റെസ്റ്റിലായി. അപ്പോൾ ഇതങ്ങ് തെറിച്ചു പോയി. വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് ദി ബ്ലോക്ക്? ഇതിൻ്റെ വെലോസിറ്റി കണ്ടത് v2. അപ്പം ഇവിടെ നമുക്ക് എന്തെടുക്കാം? ഈ ബുള്ളറ്റ് ഓഫ് മാസ് 10 gram moves horizontally with a speed of 300 meter per second, hits on a block of mass 5 kilogram, drops to dead. അതായത് റെസ്റ്റിലായി. വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ദി ബ്ലോക്ക്? ഈ ബ്ലോക്കിൻ്റെ വെലോസിറ്റി വെച്ച്. അപ്പോൾ ഈ ബുള്ളറ്റ് ഇവിടെ നിന്നിട്ട് ഈ ബ്ലോക്ക് തെറിച്ചു പോയാൽ ആ സമയത്തുള്ള വെലോസിറ്റി കാണാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇനീഷ്യൽ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം. ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. ഫൈനൽ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ഇത് റെസ്റ്റിലായി, ഇതിന് മാത്രമേ മൊമെൻ്റ് ഉള്ളൂ, മാസ് ഇൻറ്റു വെലോസിറ്റി. നമുക്ക് ഈ v2 അല്ല വേണ്ടത്. v2 ഈസ് ഈക്വൽ ടു m1v1 ബൈ m2.
m1 എത്രയാ 10 ഗ്രാം. ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 10⁻³ 1 ഗ്രാം ഇസ് ഈക്വൽ ടു 10⁻³ കിലോഗ്രാം. അപ്പോൾ ഗ്രാമിന് കിലോഗ്രാമിലേക്ക് മാറ്റാൻ 10⁻³ ഇൻറ്റു V1 എത്രയാ 300 ഡിവൈഡഡ് ബൈ 5. ഇത് 3000 3/5 ഈക്വൽ ടു 0.6 മീറ്റർ പെർ സെക്കൻഡ്. ഇതും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തൊരു പ്രോബ്ലം ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കണം. എ ബോഡി ഓഫ് മാസ് 100 kilogram moving with a speed of 10 meter per second. The body of mass 100 kilogram is moving with a speed of 10 kilometer per second. 25 kilogram of the substance is added. ഇതിനോട് കൂടി ഈ ബോഡിയോട് കൂടി 25 കിലോഗ്രാം കൂടി ആഡ് ചെയ്തു. അപ്പം ടോട്ടൽ എത്രയായിട്ട് മാറി? ഇവിടെ 100 ഉണ്ടായിരുന്നു, അപ്പോൾ 25 125 ആയി. ഇതിൻ്റെ വെലോസിറ്റി എത്രയാണെന്ന് ചോദിച്ചത്. ഇത് കണ്ടുപിടിക്കണേ. അപ്പോൾ ഇവിടെ മാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, രണ്ടും കൂടി ഒരുമിച്ചാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ 125 മാസ്. അപ്പോൾ ഇത് ചെയ്താൽ ആൻസർ കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ഇവിടെ നമ്മൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ പഠിച്ചു. അതിനുശേഷം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പഠിച്ചു. ആക്ച്വലി ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഇസ് ദ ബേസിക് ലോ ഓഫ് മോഷൻ. അപ്പോൾ ലോസ് ഓഫ് മോഷൻ ഏറ്റവും അടിസ്ഥാനമായിട്ട് ബേസിക് ആയിട്ടുള്ള ഏതാണ്? ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ആണ്. ഫസ്റ്റ് ലോയും തേർഡ് ലോയും എല്ലാം എവിടുന്ന് ഡിറൈവ് ചെയ്തതാണ്? സെക്കൻഡ് ലോ എന്ന് ഡിറൈവ് ചെയ്തതാണ്. അപ്പോൾ സെക്കൻഡ് ലോ ഈസ് ദ ബേസിക് ലോ. വേണം നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോളൂ. സെക്കൻഡ് ലോ പറയുന്നത് F is equal to ma എന്നാണ്. ഇഫ് F is equal to 0, F 0 ആണെങ്കിൽ ma is equal to 0, maയും 0 ആയിരിക്കും. m 0 ആവില്ല, മാസ് 0 ആവില്ലല്ലോ, അപ്പോൾ a is equal to 0. a 0 ആണെന്ന മീനിങ് എന്താ? സീറോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഐദർ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ഓർ ഇൻ എ യൂണിഫോം മോഷൻ. ഒന്നുകിൽ ഈ ബോഡി റെസ്റ്റിലാണ് അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണ്. ആ രണ്ട് സിറ്റുവേഷനിൽ മാത്രമാണ് ആക്സിലറേഷൻ 0 ആവുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, എപ്പോഴാണിത് F is equal to 0? അപ്പം എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഏതൊരു ബോഡിയും റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ യൂണിഫോം മോഷനിലായിരിക്കും. അതല്ലേ ഫസ്റ്റ് ലോ? Every body continues in the state of rest or uniform motion unless it is compelled by an external unbalanced force. അപ്പോൾ എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ബോഡി എന്തിലായിരിക്കും? ഒന്നുകിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യും. ഇതല്ലേ ഫസ്റ്റ് ലോ? ഇതെവിടുന്നാണ് ഡിറൈവ് ചെയ്തത്? സെക്കൻഡ് ലോയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ലോ ആണ് ബേസിക് ലോ ഓഫ് മോഷൻ. ഈ ഫസ്റ്റ് ലോ എവിടുന്ന് ഡിറൈവ് ചെയ്തതാണ്? സെക്കൻഡ് ലോയിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് ലോസ് എന്താണെന്ന് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു. ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ പറഞ്ഞു. അതിനുശേഷമായിട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പറഞ്ഞു. അതിന് എക്സാമ്പിൾസും പറഞ്ഞു, കുറച്ച് പ്രോബ്ലംസും ചെയ്തു. ഇനി നമുക്ക് ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി എന്താ നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ സന്തുലനാവസ്ഥ. ഇക്വിലിബ്രിയം മീൻസ് എ സ്റ്റഡി സ്റ്റേറ്റ് ഓർ സ്റ്റഡി അപ്പിയറൻസ്. റെസ്റ്റിലാവുക, നിശ്ചലാവസ്ഥയിലാവുക, അതാണ് ഇക്വിലിബ്രിയം. അപ്പോൾ എന്താണ് ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി? ഒരു ബോഡിയുടെ ഇക്വിലിബ്രിയം എപ്പോഴാണ് ഒരു ബോഡി ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാം? ഒരു ബോഡി ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ, ഒരു ബോഡി സ്റ്റഡി ആവണമെങ്കിൽ, ഒരു ബോഡി റെസ്റ്റിലാവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി ബിക്കം 0. അപ്പം ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ മീൻസ് സ്റ്റഡി അപ്പിയറൻസ് ഓർ സ്റ്റഡി സ്റ്റേറ്റ്. ടു അറ്റൈൻ ഇക്വിലിബ്രിയം ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോഡി മസ്റ്റ് ബിക്കം 0. ഒരു ബോഡി എടുക്കുകയാണെങ്കിൽ അതിന് മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിട്ട് മാറണം? 0 ആവണം. അതാണ് എന്തിൻ്റെ കണ്ടീഷൻ? ഇക്വിലിബ്രിയത്തിൻ്റെ കണ്ടീഷൻ. ശ്രദ്ധിച്ചോളൂ, ഒരു ബോഡി കൺസിഡർ ചെയ്യുന്നു. ആ ബോഡിയുടെ മേലെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. ഒരു ഫോഴ്സ് F1 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു F2. അപ്പോൾ ഇത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ സം ഓഫ് ദീസ് ടു ഫോഴ്സസ് F1 പ്ലസ് F2 അറ്റ് ഇക്വിലിബ്രിയം F1 പ്ലസ് F2 ഈസ് ഈക്വൽ ടു 0. അതായത് ഇവിടെ എന്തായിരിക്കും? F1 ഈസ് ഈക്വൽ ടു മൈനസ് F2 ആയിരിക്കും. രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ രണ്ട് ഭാഗത്തും ഒരേപോലെ പിടിച്ചു വലിച്ചാൽ ഈ ബോഡി മൂവ് ചെയ്യൂലല്ലോ. അത് സ്റ്റഡി അപ്പിയറൻസ് ആണ്. ഇനി വേണമെങ്കിൽ അടുത്തൊരു കേസ് ശ്രദ്ധിച്ചോളൂ. 3 ഫോഴ്സ് ഈ ഒരു ബോഡിൻ്റെ മേലെ ഒരു ഫോഴ്സ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു. F1, F2, F3 ഇങ്ങനെ 3 ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ടു അറ്റൈൻ ഇക്വിലിബ്രിയം
ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന കണ്ടീഷൻ എന്താ? സം ഓഫ് ദീസ് ത്രീ ഫോഴ്സസ് F1 പ്ലസ് F2 പ്ലസ് F3 ഈസ് ഈക്വൽ എന്തായിട്ട് മാറണം? 0 ആവണം. ഇതിന്റെ വെക്റ്റർ സം ആണ് 0 ആവേണ്ടത്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി ബിക്കം 0. ഒരു ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന 4 ഫോഴ്സ് ആണെങ്കിലോ F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 ഈസ് ഈക്വൽ ടു 0. അത് നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ പോലെ ഡയറക്ഷൻ കൂടി കൺസിഡർ ചെയ്യുന്നത് അപ്പേ 0 ആയിട്ട് മാറുള്ളൂ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വെക്റ്റർ സം ആണ് എന്തായിട്ട് മാറേണ്ടത്? 0 ആവേണ്ടത്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ പാർട്ടിക്കിൾ ഓർ ഓൺ എ ബോഡി ഈസ് ഈക്വൽ ടു 0. ഒരു ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ, ഒരു ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് 0 ആണെങ്കിൽ ആ ബോഡി എന്തിലായിരിക്കും? ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ the condition for equilibrium is total force acting on the body must become 0. ഒരു ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. 2 ഫോഴ്സ് ആണെങ്കിൽ F1 പ്ലസ് F2 ഈസ് ഈക്വൽ ടു 0. 3 ഫോഴ്സ് ആണെങ്കിൽ F1 പ്ലസ് F2 പ്ലസ് F3 ഈസ് ഈക്വൽ ടു 0. 4 ഫോഴ്സ് ആണെങ്കിൽ F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇതാണ് ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിൾ. ഇതിന് ചെറിയൊരു എക്സാമ്പിൾ കൂടി ചെയ്തിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കും. എ ബോഡി ഓഫ് മാസ് 4 കിലോഗ്രാം is suspended by using a string of length 2 meter. അപ്പം ഒരു ബോഡി 2 മീറ്റർ നീളമുള്ളൊരു, ഇതിൻ്റെ മാസ് 4 കിലോഗ്രാം ആണ്, 2 മീറ്റർ നീളമുള്ള ഒരു സ്ട്രിങ് ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്താണ്. ഓക്കെ, എ ഹൊറിസോണ്ടൽ ഫോഴ്സ് 50 ന്യൂട്ടൺ ഈസ് ആക്ടിങ് അറ്റ് ദി മിഡിൽ. ഇതിൻ്റെ മിഡിൽ ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു. 30 ന്യൂട്ടൺ ഫോഴ്സ്. 30 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ മിഡിൽ നിങ്ങൾ ഫോഴ്സ് ഇതിവിടെ ഫിക്സ് ചെയ്താണ്. മിഡിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? ഇതിങ്ങനെ ചരിഞ്ഞു വരുമല്ലോ. ഇങ്ങനെ ചരിഞ്ഞു, ഈ താഴ്ഭാഗം ഇങ്ങനെ തന്നെ വയ്ക്കുകയും ചെയ്യും. 4 കിലോഗ്രാം. ഇവിടെയൊക്കെ എത്ര ഉണ്ട്? 30 ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, അതായത് എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 30 ന്യൂട്ടൺ ഈസ് ആക്ടിങ് അറ്റ് മിഡിൽ 30 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദി സ്ട്രിങ് വിത്ത് വെർട്ടിക്കൽ? വെർട്ടിക്കലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയെന്ന് ചോദിച്ചത്. അപ്പോൾ ഈ വെർട്ടിക്കൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ എത്രത്തോളം അത് ഷിഫ്റ്റ് ചെയ്തു അത് കാണിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചോ. ഇവിടെ നമുക്ക് നോക്കി, ഈ നൂലിൻ്റെ മേലെ ടെൻഷൻ ഉണ്ടാവും. ടെൻഷൻ വലിവ്, ഒരു ടെൻഷൻ ആ നൂലിൻ്റെ മേലെ ഫോഴ്സ് എക്സേർട്ട് ചെയ്യല്ലോ, അതല്ല ടെൻഷൻ. അപ്പം ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സ് എക്സേർട്ട് ഓൺ ദി സ്ട്രിങ്. സ്ട്രിങ്ങിൻ്റെ മേലെ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് ടെൻഷൻ. അപ്പോൾ ഈ ടെൻഷൻ നമുക്ക് 2 കോമ്പണൻറ്റ് റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻറ്റും. നിങ്ങൾ പഠിച്ച റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് പഠിച്ചിട്ടില്ലേ? ഏതൊരു വെക്ടർ ആണെങ്കിലും ഒരു വെക്ടറിനെ 2 കോമ്പണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അതായത് ഇതൊരു വെക്ടർ എ ആണെങ്കിൽ ഈ വെക്ടർ എ നമുക്ക് ഒരു ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഒരു വെർട്ടിക്കൽ കോമ്പണൻറ്റും. ഇത് ആംഗിൾ തീറ്റ ആണെങ്കിൽ ആംഗിളിൻ്റെ അടുത്തുള്ളത് എ കോസ് തീറ്റ, ആംഗിൾ ഓപ്പോസിറ്റ് ആയുള്ളത് എ സൈൻ തീറ്റ. ഇനി ബി ആണെങ്കിൽ ബി കോസ് തീറ്റ ബി സൈൻ തീറ്റ, സി ആണെങ്കിൽ സി കോസ് തീറ്റ സി സൈൻ തീറ്റ. അപ്പോൾ ഏതാണെങ്കിൽ ടി ആണെങ്കിൽ ടി കോസ് തീറ്റ ആൻഡ് ടി സൈൻ തീറ്റ. അപ്പോൾ ഒരു കോസ് കോമ്പണൻറ്റും ഒരു സൈൻ കോമ്പണൻ്റായിട്ട് ഏതൊരു വെക്ടറിനെയും ഒരു കോസിൻ്റെയും ഒരു സൈൻ്റെയും സമ്മായിട്ട് എഴുതാം. അപ്പോൾ ഇത് നിങ്ങൾ ഡീറ്റെയിൽ റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് മോഷൻ്റെ പ്ലെയിനിൽ കറക്റ്റായി പഠിച്ചിട്ടുണ്ടാവും. അവിടെ ഒരുപാട് എക്സാമ്പിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതിന് ഞാൻ ഈ ടെൻഷൻ 2 കോമ്പണൻ്റ് ആക്കി മാറ്റി. ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും വെർട്ടിക്കൽ കോമ്പണൻറ്റും. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആംഗിളും തീറ്റ ആയിരിക്കും. കാരണം 2 ലൈൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈ ആംഗിളും ഈക്വലാണ്. അപ്പം ഇത് തീറ്റ ആണെങ്കിൽ ഈ കോമ്പണൻ്റ് ആരാ? ടി കോസ് തീറ്റ. ഇതാരാ? ടി സൈൻ തീറ്റ. ഇനി ഇവിടേക്കുള്ള ഫോഴ്സ് 30 ന്യൂട്ടൺ ആണ്. താഴേക്കുള്ള ഫോഴ്സ് എന്നാൽ ഈ ബോഡിയുടെ വെയിറ്റ് അല്ലേ, മാസ് ഫോഴ്സ് അല്ലേ, വെയിറ്റ് അല്ലേ ഫോഴ്സ്. അപ്പോൾ ഇവിടേക്കുള്ള ഫോഴ്സ് എന്നാൽ ഈ ഫോഴ്സ് എന്നാൽ വെയിറ്റ് ഓഫ് ദി ബോഡി, ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg. എം എത്രയാ? 4 × g 10. അപ്പോൾ 40 ന്യൂട്ടൺ. താഴേക്കുള്ള ഫോഴ്സ് എത്രയാണ്? 40 ന്യൂട്ടൺ ആണ്. അപ്പോൾ താഴേക്കുള്ള ഫോഴ്സ് 40 ന്യൂട്ടൺ ആണ്. അപ്പോൾ അങ്ങനെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ, ഈ പോയിന്റ് ഇക്വിലിബ്രിയം ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? ഞാൻ ഈ ടിയെ 2 കോമ്പണൻ്റ് ആക്കി മാറ്റി. ഇനി ടി ഇല്ല, പകരം ആരൊക്കെ ഉള്ളത്? ടി കോസ് തീറ്റയും ടി സൈൻ തീറ്റയും. അതായത് നമ്മൾ 100 രൂപയെ ചേഞ്ച് ആക്കി മാറ്റി, 250 രൂപയാക്കി മാറ്റി. ഇനി 100 രൂപ ഉണ്ടാവില്ലല്ലോ, നമ്മൾ ഇതിൽ ഏതൊക്കെ ഉണ്ടാവുക? 50ഉം 50ഉം.
അതേപോലെ ഈ ടിയെ ഞാൻ എന്താക്കി മാറ്റി, രണ്ട് കോമ്പണന്റ് ആക്കി മാറ്റി, ടി കോസ് തീറ്റ ടി സൈൻ തീറ്റ. അപ്പൊ ഇനി ടി നമ്മൾ ചിത്രത്തിലില്ല, ഏതൊക്കെയുള്ളത്, ടി കോസ് തീറ്റ ഉണ്ട്. അപ്പം ഈ പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുക്കുകയാണെങ്കിൽ ഈ പാർട്ടിക്കിൾ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, മേലേക്ക് ആക്ട് ചെയ്യുന്നത് ടി കോസ് തീറ്റയാണ്, താഴേക്ക് ആക്ട് ചെയ്യുന്നത് 14 ന്യൂട്ടൺ ആണ്. ശരിയല്ലേ? റൈറ്റിലോട്ട് ആക്ട് ചെയ്യുന്നത് 13 ന്യൂട്ടൺ ആണ്, ലെഫ്റ്റിലോട്ട് ആക്ട് ചെയ്യുന്നത് ടി സൈൻ തീറ്റയാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച്, ഇങ്ങനെയാണെങ്കിൽ ഇത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യണമെങ്കിൽ എന്തേ കണ്ടീഷൻ, റൈറ്റിലോട്ടുള്ള ഫോഴ്സും ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സും ഈക്വൽ ആവണം. അപ്പോൾ ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സ് ടി സൈൻ തീറ്റ എന്തിന് ഈക്വൽ ആവണം, ടി സൈൻ തീറ്റ ഈസ് ഈക്വൽ റൈറ്റിലോട്ടുള്ള ഫോഴ്സ് 30. അത് മാത്രം പോരാ, മേലക്കുള്ള ഫോഴ്സും താഴേക്കുള്ള ഫോഴ്സും ഈക്വൽ ആവണം. മേലക്കുള്ള ഫോഴ്സ് ഏതാ, ടി കോസ് തീറ്റ, ടി കോസ് തീറ്റ എന്തിന് ഈക്വൽ ആവണം, താഴേക്കുള്ള ഫോഴ്സ് 40 ഈക്വൽ ആവണം. ജസ്റ്റ് അങ്ങ് ഡിവൈഡ് ചെയ്താൽ ടിയും ടിയും പോയി. ആരാ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ 3/4. സയന്റിഫിക് കാൽക്കുലേറ്റർ അടിച്ചുക, ടാൻ തീറ്റ ഇസ് 3/4 ആണ് തീറ്റ. ഈ ടാൻ അങ്ങോട്ടായ 1/tan 1/x എന്ന x⁻⁻1 ആണ്, 1/x എന്ന x⁻⁻1 ആണ്. അപ്പോൾ 1/tan tan raised-1, അതിനെ പറയാം tan raised-1 ഓർ tan inverse 3/4. ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് tan inverse 3/4 നിങ്ങൾ സയന്റിഫിക് കാൽക്കുലേറ്റർ ഉണ്ട്, അതിൽ അടിച്ചു നോക്കിയാൽ കിട്ടുക 37 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ 37 ഡിഗ്രി ഇങ്ങനെ കൂടി ചരിഞ്ഞിരിക്കും ഈ ഹൊറിസോണ്ടൽ ഫോഴ്സിന് ഫലമായിട്ട്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയം, ഈ സെൻട്രൽ പാർട്ടിക്കിൾ ഇക്വിലിബ്രിയം ആണ് കൺസിഡർ ചെയ്തത്. അതിനുവേണ്ടി ഈ ടെൻഷൻ ഞാൻ റിസോൾവ് ചെയ്തിട്ടുണ്ട് റെസൊല്യൂഷൻ ഓഫ് ഫാക്ടേഴ്സ് ഉപയോഗിച്ച്, ടി കോസ് തീറ്റയും ടി സൈൻ തീറ്റയും. അപ്പോൾ ഇത് ഉപയോഗിച്ച് കറക്റ്റായിട്ട് അറ്റ് ഇക്വിലിബ്രിയം ഓർ ദ സ്ട്രിങ് മേക്സ് ആൻ ആംഗിൾ 37 ഡിഗ്രി വിത്ത് വെർട്ടിക്കലായിട്ട് 37 ഡിഗ്രിയാണ് ഈ സ്ട്രിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 37 ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്ത കൺസെപ്റ്റ് എന്തൊക്കെയാണ്, ഇക്വിലിബ്രിയം ഓഫ് എ പാർട്ടിക്കിളാണ് യൂസ് ചെയ്തത്. അത് ഇക്വിലിബ്രിയത്തിന് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടെൻഷൻ ടിയെ 2 കോമ്പണൻ്റ് ആക്കി മാറ്റിയിട്ടുണ്ട്, ഒരു ഹൊറിസോണ്ടൽ കോമ്പണൻറ്റും ഒരു വെർട്ടിക്കൽ കോമ്പണൻറ്റും, ടി കോസ് തീറ്റ ആൻഡ് ടി സൈൻ തീറ്റ. അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഏത് വെക്ടർ ആണെങ്കിലും എല്ലാ വെക്ടറിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കോമ്പണൻ്റ് ആക്കി മാറ്റാം, ഒരു കോസ് കോമ്പണൻറ്റും ഒരു സൈൻ കോമ്പണൻറ്റും. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. ന്യൂട്ടൺസ് ലോസ്, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം, ഇപ്പം പറഞ്ഞത് ഇക്വിലിബ്രിയം ഓഫ് എ ബോഡി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചാൽ ഈ ചാപ്റ്റർ ഏതാണ്ട് പകുതിയായി കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ് പറയാം. ഓക്കെ, താങ്ക് യു.